കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസം എന്തായാലും അങ്ങനെ ഒരു പ്രചരണം നടത്തിയത് ഞങ്ങൾക്കും UDF-നും ഗുണമായി. കാരണം കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവരൊരു PR മാനേജരെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് കിണർ ഗോലു. സാറേ, കിണർ ഗോലുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന വർക്കാണ് ഇപ്പോൾ അവരെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അദ്ദേഹം ചില പരസ്യവാചകങ്ങളിലെ ചില വാക്കുകൾ കടമെടുത്താണ് നേതാക്കൾക്ക് പ്രസംഗിക്കുവാനുള്ള പ്രസംഗത്തിനിടയിൽ കയറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചില സിനിമയിലെ ഡയലോഗുകൾ ഇടയ്ക്ക് പ്രസംഗത്തിനിടയിൽ കയറ്റിക്കൊടുക്കും. അങ്ങനെ ഒരു പഴയൊരു പരസ്യവാചകമാണ് മഴ മഴ കുട കുട മഴ വന്നാൽ വീട്ടിൽ പോടാ. ആ പരസ്യവാചകത്തിലെ ഒരു വാചകമെടുത്ത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പ്രസംഗത്തിലൂടെ. പിന്നെ 45 വർഷം മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ KP ഉമ്മറിനോട് ഷീല പറയുന്നു കിടക്കു പുറത്ത്. അതും ഇതേപോലെ തന്നെ കയറ്റിവിട്ടതാണ് സാർ. അതുപോലെ തന്നെ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ സെക്രട്ടറിയേറ്റിൽ ഒരു വിദ്വാനെ പോയി കണ്ട് ഈ കവിത എഴുതിപ്പിച്ചു. കവിത എഴുതിപ്പിക്കുക മാത്രമല്ല അതിന് താളത്തിനൊത്തൊരു തിരുവാതിരയും കൂടെ കളിപ്പിച്ചു സാർ. കനകോലുവാണ് ഈ 102 സീറ്റിൽ ജയിപ്പിച്ചതെന്ന് ചില ആളുകൾ ഇവിടെ പറഞ്ഞ് നടക്കുന്നുണ്ട് സാർ. ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അതേപോലെ തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നു, അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടന്നു. ഈ സമയത്തെല്ലാം ഇവിടെ UDF-ന് നേതൃത്വം കൊടുത്ത ഈ 1-ാം നമ്പർ സീറ്റിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ ഇവിടെ UDF-ൻ്റെ നേതാക്കന്മാർ ഉണ്ട്. കുഞ്ഞാലിക്കുട്ടി സാറടക്കം, PJ ജോസഫ് സാറടക്കം, അങ്ങനെ ഒട്ടനവധി നേതാക്കളുണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയെല്ലാം വിജയിച്ചപ്പോൾ ഒരു കനകോലുവിനെക്കുറിച്ചും ആരും പറഞ്ഞില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പ് ചില വാർത്തകൾ നമ്മുടെ ചാനലുകാർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ ഞങ്ങളാരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കുറേ ആളുകളുടെ പേര്, ആ പേര് വെച്ചങ്ങ് പ്രചരണം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അവരിപ്പോൾ ഗവൺമെൻറ് വന്നതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു അംശം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സാർ. കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസം എന്തായാലും അങ്ങനെ ഒരു പ്രചരണം നടത്തിയത് ഞങ്ങൾക്കും UDF-നും ഗുണമായി. കാരണം കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവരൊരു PR മാനേജരെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് കിണർ ഗോലു. സാറേ, കിണർ ഗോലുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന വർക്കാണ് ഇപ്പോൾ അവരെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് സാർ. ഈ PR മാനേജരായി ചുമതല ഏറ്റെടുത്ത അദ്ദേഹത്തിന് കടുത്ത ശത്രുത നിങ്ങളോടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കൂത്തുപറമ്പിൽ വെച്ച് കൊല ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ശത്രുതയുണ്ടായിരുന്നു. അതുകൂടാതെ പാപ്പിനിശ്ശേരിയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം തീ വെച്ച് നശിപ്പിച്ചതിൻ്റെ പേരിൽ ശത്രുതയുണ്ടായിരുന്നു. ആ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലുണ്ടായിരുന്ന കുരങ്ങൻ്റെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് നീ CMB ചേർന്നല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ പിടിച്ചടിച്ചതും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു സാർ. ഈ ശത്രുത കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അദ്ദേഹം വ്യക്തിപരമായി പകരം ചോദിക്കാൻ തയ്യാറെടുത്തിരുന്നെങ്കിലും ഇന്നോവ വീട്ടിൽ വരും എന്നുള്ള ഭയത്താൽ അദ്ദേഹം തൽക്കാലം അത് മനസ്സിൽ അടക്കി വെച്ചു സാർ. സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിൽ അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഭൂർഷാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു സാർ. ടിയാൻ നേരിട്ട് പ്രതികാരം ചെയ്യുവാൻ പലവട്ടം ആലോചിച്ച് ഞാൻ പറഞ്ഞല്ലോ. അവസാനം വലിയ വരുമാനമുള്ള ഒരു ജോലി വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് അദ്ദേഹം PR-ൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹം ചില പരസ്യവാചകങ്ങളിലെ ചില വാക്കുകൾ കടമെടുത്താണ് നേതാക്കൾക്ക് പ്രസംഗിക്കുവാനുള്ള പ്രസംഗത്തിനിടയിൽ കയറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചില സിനിമയിലെ ഡയലോഗുകൾ ഇടയ്ക്ക് പ്രസംഗത്തിനിടയിൽ കയറ്റി കൊടുക്കും. അങ്ങനെ ഒരു പഴയൊരു പരസ്യവാചകമാണ് മഴ മഴ കുട കുട മഴ വന്നാൽ വീട്ടിൽ പോടാ. ആ പരസ്യവാചകത്തിലെ ഒരു വാചകമെടുത്ത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പ്രസംഗത്തിലൂടെ. പിന്നെ 45 വർഷം മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ KP ഉമ്മറിനോട് ഷീല പറയുന്നു കിടക്കു പുറത്ത്. അതും ഇതേപോലെ തന്നെ കയറ്റിവിട്ടതാണ് സാർ. അതുപോലെ തന്നെ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ സെക്രട്ടറിയേറ്റിൽ ഒരു വിദ്വാനെ പോയി കണ്ട് ഈ കവിത എഴുതിപ്പിച്ചു. കവിത എഴുതിപ്പിക്കുക മാത്രമല്ല അതിന് താളത്തിനൊത്തൊരു തിരുവാതിരയും കൂടെ കളിപ്പിച്ചു സാർ. 50 വർഷം വയറ്റിൽ കിടന്ന കത്രിക പുറത്തെടുത്തപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചു 50 വർഷം കത്രിക അകത്ത് കിടന്നാലും ഒരു കുഴപ്പമില്ല എന്ന് പറയിപ്പിച്ചു. ശരിയാണ് സാർ. കത്രികയെ അപ്പോൾ തന്നെ ഡോക്ടർ എടുത്തൊന്ന് മീശ കട്ട് ചെയ്ത് നോക്കി, കത്രികയ്ക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല സാർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.